UDF ജയിച്ചാൽ ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി? ചർച്ച തുടങ്ങി വെച്ചത് കെ സുധാകരനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. കെ സുധാകരൻ മുതിർന്ന നേതാവ്, അദ്ദേഹം അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടി സ്വാഭാവികമായും കേരളത്തിൽ ചർച്ച നടക്കും. പക്ഷേ അതിനു മുമ്പ് UDFനെ നയിക്കുന്ന, ആശയപരമായി UDFനെ നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലാണ് ആദ്യം ഈ ചർച്ച തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ എഡിറ്റോറിയൽ ചർച്ചയാണ്. ഏതെങ്കിലും ഒരാൾ വന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നതല്ല, എഡിറ്റോറിയൽ ചർച്ചയാണ്. മീഡിയ വണ്ണിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒന്നിച്ചിരുന്ന് നടത്തിയ ചർച്ചയിലാണ് ആദ്യം ഇക്കാര്യം ഉയർന്നു വരുന്നത്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും. മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയുമാണ് UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അത് വിജയം കാണുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വേണ്ടത്ര വിജയം കണ്ടില്ല എന്നാണ് കാന്തപുരം AP വിഭാഗം തന്നെ പറയുന്നത്. എന്തായാലും മെയ് 4-ന് നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന കൃത്യമായ ധാരണ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അത് VD സതീശനാണ്. VD സതീശൻ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായതുകൊണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഭീഷണിയുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയാകണം, എന്തുകൊണ്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന ചർച്ചയ്ക്ക് അവിടെ തുടക്കം കുറിച്ചത്. അതാണ് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. അതാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ VD സതീശന് എതിരെയായിരുന്നില്ല, എന്ന് വെച്ചാൽ KC വേണുഗോപാലിനെ അനുകൂലിച്ചുമായിരുന്നില്ല. മീഡിയ വണ്ണിന്റെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയത്തിനെതിരെയാണ് നിലപാടെടുത്തത്. ആരൊക്കെയാണ്? ബിനോയ് ചുള്ളിയിൽ, റോജി M. ജോൺ, രമ്യ ഹരിദാസ്, സന്ദീപ് വാര്യർ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ഇവരെല്ലാവരും KC വേണുഗോപാലിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന രൂപത്തിൽ പരസ്യ പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. എന്തുകൊണ്ടാണ് വരാൻ കാരണം? മീഡിയ വണ്ണിന്റെ ചർച്ചയെ തുടർന്നു. അതിനുശേഷമാണ് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് എന്നോർക്കണം. അതോടുകൂടി വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ആരാണ് UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുക? 3 പേരാണ് ഇപ്പോൾ കളത്തിലുള്ളത്. 1 VD സതീശൻ, 2 രമേശ് ചെന്നിത്തല, 3 KC വേണുഗോപാൽ. KC വേണുഗോപാൽ കേരളത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന വലിയ ചോദ്യമുണ്ട്. ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് വിടുമോ എന്ന വലിയ ചോദ്യം അപ്പുറത്തുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് ഉയർത്തുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരാൾ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആകാൻ പോവുകയാണ് എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ. KC വേണുഗോപാലിന് അതിൽ താല്പര്യമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് അനുവദിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ നടത്തിയത്. അത് തകർന്ന് തരിപ്പണമായി പോയി. കേരളത്തിലെ കോൺഗ്രസിൽ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്ത, UDFന് വോട്ട് ചെയ്ത ആളുകളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിലായി ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും തർക്കം രൂക്ഷമാകുകയാണ്. KC വേണുഗോപാലോ അതല്ല VD സതീശനോ എന്ന കാര്യത്തിൽ ഈ 2 പേരുമല്ല, മൂന്നാമതൊരാൾ വരട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതേ അറിയാനുള്ളൂ. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് പോയിട്ടുണ്ട്. ദില്ലിയിൽ അദ്ദേഹം നേതാക്കളെ കാണും. ഇത്തരം ചർച്ചകൾ ഗുണം ചെയ്യില്ല. VD സതീശന് വേണ്ടി നടക്കുന്ന ഇത്തരം ചർച്ചകൾ ദോഷമേ ചെയ്യൂ കോൺഗ്രസിനും UDFനും എന്ന നിലപാട് ഹൈക്കമാൻഡിനെ രമേശ് ചെന്നിത്തല അറിയിക്കുമെന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തിയുള്ള ഒരു നീക്കം കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിന് ഹൈക്കമാൻഡിന്റെ പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിന്റെയും അജണ്ട കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ നിര തന്നെ രംഗത്ത് വന്നത്. റോജി M. ജോണും രമ്യ ഹരിദാസും സന്ദീപ് വാര്യരും അടക്കമുള്ള നേതാക്കൾ, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവർ രംഗത്ത് വന്നതും അതുകൊണ്ട് തന്നെയാണ്. UDF ജയിച്ചാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്നത് വലിയ ചോദ്യചിഹ്നമായി കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ തന്നെ ഉണ്ട്.